സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ നഗര കേന്ദ്രീകൃതമായി ഈ 4 മണ്ഡലങ്ങളിലുള്ള ആളുകൾക്കപ്പുറം ആളുകളുടെ ഒരു ചിന്തയിലേക്ക് അത് വരുമോ എന്നുള്ളതാണ്. ഈ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളാകട്ടെ അത് BJP-യെ തുണയ്ക്കുന്നതാണ്. BJP-ക്ക് വേണ്ടത് ഔട്ട്സൈഡാണ് അല്ലേ? ഈ പ്രായോഗിക ചിന്തയാണ് ഈ നഗരമണ്ഡലങ്ങളിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നത്. അതിലൊരു പ്രായോഗിക ചിന്ത എന്ന് പറയുന്നത് ഈ പ്രക്രിയയിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്, ഞങ്ങൾ അവധി കിട്ടുകയാണ്, നാട്ടിൽ പോവുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു നെഗറ്റീവ് പ്രായോഗികതയുണ്ട്. രണ്ടാമത്തെ പ്രായോഗികത എന്ന് പറഞ്ഞാൽ നോൺ പൊളിറ്റിക്കൽ ക്ലാസ്സാണ്. എല്ലാവരുമല്ല, വലിയൊരു നമ്പർ നോൺ പൊളിറ്റിക്കൽ. വടകരയിലെ രാഷ്ട്രീയമല്ല തിരുവനന്തപുരത്ത്, മലബാറിൽ പൊളിറ്റിക്കൽ വോട്ടുകളാണ് നിർണ്ണയിക്കപ്പെടുന്നത്. തിരുവനന്തപുരത്ത് പ്രായോഗിക വോട്ടുകളാണ്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രായോഗിക വോട്ടുകൾ എന്ന് പറയുന്നത് ടെക്കികളുടെ വോട്ടാണ്. കുറച്ച് പേര്, ഇവരൊക്കെ ടെക്കികൾ പല ഭാഗത്തു നിന്നും വരുന്നവരാണ്. ദീർഘകാലമായി IT പാർക്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവിടെ താമസിക്കുന്ന ആളുകൾ, അവരുടെ വോട്ട് വലിയ തോതിൽ രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യപ്പെടും. അത് ഉറപ്പാണ്. കാരണം അവർക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. സ്വാഭാവികമായി അവരുടെ വോട്ട് തരൂരിന് കിട്ടിയിരുന്ന ആ വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖറിലേക്ക് വലിയ തോതിൽ സ്വാംശീകരിക്കപ്പെടാൻ സാധ്യത. LDF-ന് പന്നിൻ രവീന്ദ്രന് കഴിഞ്ഞ തവണ C. ദിവാകരന് കിട്ടിയ വോട്ടിനേക്കാൾ കുറവൊന്നും പോവുകയില്ല. ഞാൻ അത്ഭുതപ്പെടില്ല മഞ്ജുഷ്. 258 കിട്ടിയതാണ്. 2,58,000 ഇല്ല, അത് വരാൻ സാധ്യതയുള്ളത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം തരൂർ ജയിക്കും എന്ന ഒരു പ്രതീതി തന്നെയാണ് ജനിച്ചത്. തോക്കുമെന്ന പ്രതീതി ഇല്ലായിരുന്നു. ഇപ്രാവശ്യം അങ്ങനല്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വരും എന്ന് വളരെ വലിയ എണ്ണം. മാത്രമല്ല, ദേശീയ സർവേ നോക്കുക. ആരാണ് നിങ്ങൾ കാണുന്ന ദേശീയ നേതാവ് ആരാണ്? പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾ ആരെയാണ് കാട്ടുന്നത് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തെ 49% പേരും ശ്രീ നരേന്ദ്രമോദി ദേശീയ നേതാവാണ് എന്ന് പറയുന്നതാണ്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഏതാണ്ട് കട്ടക്ക് നിൽക്കുകയാണ്. അപ്പോൾ LDF UDF വോട്ടുകൾ ഒരുമിച്ച് ചേർന്നാണ് രാഹുൽ ഗാന്ധിക്ക് 49 വരുന്നത്. അത് തന്നെയാണ് നരേന്ദ്രമോദിക്കും ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് താങ്കൾ പറഞ്ഞു പന്നിൻ രവീന്ദ്രന്റെ വോട്ട് കുറയുമെന്ന് പറയുമ്പോൾ ആ വോട്ടുകൾ തരൂരിലേക്ക് പോകും. ആ വോട്ടുകൾ ഇവിടെ വോട്ട് മറിയുക എന്നൊരു സാധനമുണ്ട്. ഒരു മറിക്കുക എന്നതല്ല, മറിയുക എന്നത്. അത് സംഭവിക്കുന്ന അവസാന 11 മണി നേരത്താണ് സംഭവിക്കുന്നത്. ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെ വന്നാലും രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വരാൻ പോവുകയാണ് എന്ന പ്രതീതി ജനിക്കുമ്പോൾ 2 വിഭാഗക്കാരുടെ വോട്ടുകൾ ശശി തരൂരിലേക്ക്, അതായത് പന്നിൻ രവീന്ദ്രൻ ലഭിക്കാവുന്ന വോട്ടുകൾ ശശി തരൂരിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ഇത് 2014 നമ്മൾ കണ്ടു. അല്ല എങ്കിൽ തരൂർ ഉറപ്പായി തോക്കുമായിരുന്നു. തരൂർ ജയിക്കേണ്ട തെരഞ്ഞെടുപ്പ് അല്ല. മുസ്ലിം കൺസോൾട്ടേഷൻ തുറന്നു പറയാമല്ലോ. അങ്ങനെ മുസ്ലിം കൺസോൾട്ടേഷൻ മാത്രമല്ല, ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ, മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഈ BJP കാൻഡിഡേറ്റിനെ പരാജയപ്പെടുത്താൻ ഏറ്റവും നല്ലത് ശശി തരൂറാണ് എന്ന ധാരണയിൽ അത് എനിക്ക് തോന്നുന്നില്ല ഇടതുപക്ഷത്തേക്ക് ചായും. പൗരത്വ നിയമ ഭേദഗതിയിൽ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടിനോടൊക്കെ യോജിപ്പുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരത്തിലെ മുസ്ലിം വോട്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് പൂർണ്ണമായും ശശി തരൂരിലേക്ക് ചായും. പക്ഷേ അത് മതിയാവുമോ എന്നുള്ളതാണ്. തിരുവനന്തപുരം മുസ്ലിം സമുദായത്തിന് വലിയ വേരോട്ടമുള്ള ഒരു മണ്ഡലമൊന്നുമല്ല. ലത്തീൻ കത്തോലിക്കർക്കും നാടാർ സമുദായത്തിലെ ക്രിസ്ത്യാനികൾക്കും CSI സഭയ്ക്കും വലിയ വേരോട്ടമുള്ള ഒരു മണ്ണ് തന്നെയാണ്. അവിടെയാണ് തരൂരിൻ്റെ ശക്തി കേന്ദ്രം. ആ ശക്തി കേന്ദ്രത്തിലേക്ക് ഇരച്ചു കയറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തീരദേശ മേഖലയിൽ ശ്രീ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തീരദേശ മേഖലയിൽ ഇദ്ദേഹം നമ്മുടെ BJP കാൻഡിഡേറ്റ് രാജീവ് ചന്ദ്രശേഖർ വലിയ ഇൻറോഡ്സാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ പ്രഖ്യാപനങ്ങളും പ്രോമിസുകളും ഓഫറുകളും വോട്ടായി കൺവേർട്ട് ചെയ്യുന്ന നേരം വരുമ്പോഴാണ് ഞായറാഴ്ച, തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഞായറാഴ്ച പള്ളിയിൽ വായിക്കുന്ന ഇടയലേഖനത്തിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കാനുള്ള ഒരു മെയ്വഴക്കവും മാനസിക വഴക്കവും ലത്തീൻ കത്തോലിക്ക വിഭാഗക്കാരെ കാണിച്ചുവെങ്കിൽ നേരിട്ട് പറയില്ല. ജനാധിപത്യ സംരക്ഷണത്തിനും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിനും ഏറ്റവും ഉതകുന്ന സ്ഥാനാർത്ഥി ആരാണോ അതാരാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഒരുപക്ഷെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിലെ കുഞ്ഞാടുകൾക്കുണ്ടാവും. ലത്തീൻ സഭ ഇതിനകം തന്നെ കേരളത്തിൽ മൊത്തമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലേ? അതിലൊരു സമദൂര നിലപാടാണ്. അങ്ങനെ നിലപാട് പ്രഖ്യാപിച്ചില്ല. ഒരു ബിഷപ്പ് ജെറോം ഇവിടെ നെറ്റോ ബിഷപ്പ് ഇവിടെ പ്രഖ്യാപിച്ചു. നമ്മുടെ എനിക്ക് തോന്നുന്നത് ഒരു UDF അനുകൂല നിലപാട് തന്നെയാണ്. UDF എന്ന് എടുത്ത് പറയുന്നില്ല എങ്കിലും BJP സൂക്ഷിക്കപ്പെടേണ്ട ഒരു കക്ഷിയാണ് എന്ന രീതിയിൽ ഒരു എങ്ങും തൊടാതെ ഒരു നിലപാട് അതാണ്. പിന്നെ RC ഭാഗത്തു നിന്നും ഒരു സീറോ മലബാർ ഭാഗത്തു നിന്നും
ലത്തീൻ റീത്തിൻ്റെ ഭാഗത്തു നിന്നും 2 ഫീലേഴ്സ് വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ 2 ചെറിയ വാക്കുകൾ വന്നു കഴിഞ്ഞു. പക്ഷേ അതൊരു സൂചനയാകാമെങ്കിൽ, പക്ഷേ ആ സൂചന വെച്ചുകൊണ്ട് മാത്രം ഒരു കാരണവശാലും ലത്തീൻ സഭ മുഴുവനായി ആ സൂചന എടുത്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്നില്ല. ഇൻഡിപെൻഡന്റ് താങ്കളുടെ തോന്നൽ എങ്ങനെയാണ്? ഇതിൽ ഇപ്പോൾ തരൂർ ഒരു സേഫ് സൈഡിൽ തന്നെയാണോ? അല്ല, ഇപ്പോഴല്ല, ഇന്നത്തെ ദിവസമല്ല ഉറപ്പ്. പക്ഷെ ഞായറാഴ്ച ആകുമ്പോഴായിരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് 26-ാം തീയതി ഒരു ഉച്ച കഴിഞ്ഞ് 2:30-3 മണി കഴിയുമ്പോൾ ഈ ടൈഡ് മാറാം. അതൊക്കെയാണ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്ത്രങ്ങളുടെ കളി കൂടിയാണല്ലോ. ഒരു സൂചന ലഭിക്കുകയും ഇടതുപക്ഷം കാര്യമായ വേരോട്ടം ഉണ്ടാക്കുന്നില്ല എന്നും പന്നിൻ്റെ വീന്ന് ജയിച്ചു വരാവുന്ന ഒരു അന്തരീക്ഷമല്ല എന്നും തങ്ങളുടെ കേന്ദ്രങ്ങളിൽ വളരെ മന്ദഗതിയിലാണ് പോളിംഗ് നടക്കുന്നത് എന്നും ഒരു സൂചന ഇടതുപക്ഷത്തിന് കിട്ടിയാൽ അവശേഷിക്കുന്ന ഇടത് വോട്ടുകൾ, പ്രത്യേകിച്ചും കോർ ലെഫ്റ്റ് വോട്ടുകൾ തരൂരിലേക്ക് സ്വാംശീകരിക്കപ്പെടുക വഴി രാജീവ് ചന്ദ്രശേഖരൻ്റെയും BJPയുടെയും ഒരു ഹോപ്പ് അവിടെ നഷ്ടപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നതാണ് തന്ത്രം. ഈ തന്ത്രം തന്നെയാണ് അങ്ങനെ ഒരു തന്ത്രം ഉണ്ടാവും. അത് സാധ്യത വളരെ കൂടുതലാണ്. അത് നടാടെ ചെയ്യുന്ന ഒരു കാര്യമല്ല. അതായത് 3 മണി വോട്ട് അല്ലേ? 3 മണി വോട്ട് എന്നാണല്ലോ 3 മണി വോട്ട് എന്നാണ് അതിന് പറയുക. കാരണം കുറേയധികം ആൾക്കാർ ട്രെൻഡ് നോക്കിയതിന് ശേഷം, ഒരുപക്ഷെ ഇലക്ഷൻ്റെ സമയത്ത് ട്രെൻഡ് വളരെ കൃത്യമായിട്ട് പോളിംഗ് ദിവസം പറയാൻ കഴിയുന്നത് LDFനാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം പല നേതാക്കന്മാരും നമ്മളോട് പറയാറുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം അവർക്ക് ഭരണത്തിലേക്ക് ആര് വരും എന്നതിനെപ്പറ്റി കൃത്യമായിട്ട്, പ്രത്യേകിച്ച് നിയമസഭയിലും മറ്റുമൊക്കെ കൃത്യമായിട്ട് അറിയാം. കാരണം ഇവരെ സംബന്ധിച്ച് ഏറ്റവും താഴെ തട്ടിൽ വരെ വളരെ വലിയ സാന്നിധ്യം, ഓരോ വീടുകളുമായി ബന്ധപ്പെട്ട് പോലും ഇവരുടെ ഇടപെടലും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് പ്രത്യക്ഷമായിട്ട് ആരും പറഞ്ഞില്ല എങ്കിൽ പോലും ഒരു വീട്ടിലെ വോട്ട് ആർക്കൊക്കെയാണ് പോൾ ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഇവർക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു സ്വാധീനമെന്ന് പറയുന്നത് കൂടുതലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2014 തെരഞ്ഞെടുപ്പിൽ ഒരു വേള ഒ രാജഗോപാൽ ജയിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രതീതി ഉണ്ടാകുന്നു. വളരെ നാരോവായിട്ട് മാർജിൻ വരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണമൊക്കെ വരുന്നു. അതിനുശേഷം ചില സ്ഥലങ്ങളിൽ വോട്ട് എണ്ണുന്ന സമയത്താണ് ഇത് കൂടി ഏതാണ്ട് 15,000 തീരദേശ മേഖല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവിടെ വരിക? അപ്പോൾ അവിടെയും ഈ രീതിയിലുള്ള ഒരു കൺസോളിഡേഷൻ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള ധാരണയാണ്. ഇത് പലർക്കും ഒരു വേക്കപ്പ് കോളായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകാതിരിക്കാനുള്ള ഈ 3 മണി വോട്ട് സംവിധാനമൊക്കെ ഉള്ളത്. ഞാൻ പറയുന്നത് അല്ല, അവിടെ 3 മണി വോട്ട് സംവിധാനത്തെ താഴ്ത്തണം, അത് വിജയിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ വന്നാലേ BJPക്ക് ഗുണമുള്ളൂ. അപ്പം ഞാനിതിൽ കാണുന്നൊരു കാര്യം, നിലവിൽ വളരെ ഈവനായിട്ടുള്ള കോൺടെസ്റ്റാണ്. മുൻപ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ 2014 ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇന്ന സ്ഥാനാർത്ഥി തോൽക്കാൻ പോകുന്നു എന്ന പ്രതീതിയൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഉണ്ടായിരുന്നില്ലേ അവിടെ BJPയും? അല്ല, ശശി തരൂരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, ശശി തരൂർ പ്രത്യേകിച്ച് തോൽക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു ഇതില്ല. നേരെ മറിച്ച് ഇത്തവണ ശശി തരൂർ വിയർപ്പൊഴുക്കി തന്നെയാണ് ക്യാമ്പയിനിൽ പോകുന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ മാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകളിലൊക്കെ കണ്ടു, ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ തന്നെ ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ വരുന്നു എന്നത് കണ്ടു. ഇതൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിൽ പുതുതായിട്ട് വരുന്ന കാര്യമാണ്. മറുഭാഗത്തും ഇതേപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുക. നമ്മൾ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപിരുന്ന് ഇത് സംസാരിക്കുന്ന സമയത്ത് ഒരു ക്ലിയർ വിന്നർ എന്ന് നമുക്ക് പറയാനായിട്ട് ഒരാളും ഇതുവരെ ഇല്ല. എന്ന് വെച്ചാൽ വളരെ ഈവനായിട്ടുള്ള ഒരു കോൺടെസ്റ്റാണ്. ഈ കോൺടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും തന്നെ പോയിരിക്കുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലൊക്കെ ആവർത്തിച്ച് പോവുക, ആൾക്കാരെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയാം ഒരു സമുദായത്തിൻ്റെ വോട്ടും ഒരു വിഭാഗത്തിൻ്റെ വോട്ടും ഇവിടെ ആരുടെയും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവസാന നിമിഷം വരെയും അതിനെ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിലനിർത്താൻ കഴിയുമോ എന്ന രീതിയിലുള്ള പല ശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്.